പാതിവില തട്ടിപ്പ് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ ബി.ജെ.പി. നേതാവ് എൻ രാധാകൃഷ്ണൻ. ഹാജരാകാനായി നോട്ടീസ് ലഭിച്ച രാധാകൃഷ്ണൻ ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിലെത്തിയെങ്കിലും മാധ്യമങ്ങളെ കണ്ടതോടെ മടങ്ങുകയായിരുന്നു. മുഖ്യപ്രതി അനന്തകൃഷ്ണനുമായി എൻ രാധാകൃഷ്ണൻ പ്രസിഡന്റായ സയൻസ് സൊസൈറ്റി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ പശ്ചാത്തലത്തിലാണ് രാധാകൃഷ്ണന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് അയച്ചത്. പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനന്തകൃഷ്ണന്റെ 3 സ്ഥാപനങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ബി.ജെ.പി. നേതാവ് എൻ രാധാകൃഷ്ണൻ പ്രസിഡന്റായ സൈൻ 42 കോടി രൂപ നൽകിയതിന്റെ ബാങ്ക് ഇടപാട് രേഖകൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. രാധാകൃഷ്ണൻ താനുമായി കൂടിക്കാഴ്ച നടത്തിയതായി അനന്തകൃഷ്ണന്റെ മൊഴിയുമുണ്ട്. അനന്തുവിന്റെ ജീവനക്കാരും ഇത്തരത്തിൽ മൊഴി നൽകിയിട്ടുണ്ട്. പദ്ധതിയുടെ തുടക്കം മുതൽ കരാർ ഒപ്പിട്ട് അനന്തകൃഷ്ണനുമായി സഹകരിച്ച് പ്രവർത്തിച്ചു വരികയായിരുന്നു രാധാകൃഷ്ണൻ. സൈൻ 42 കോടി നൽകാനിടയായ സാഹചര്യത്തെക്കുറിച്ച് എൻ രാധാകൃഷ്ണനിൽ നിന്ന് വിവരങ്ങൾ തേടാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചത്. ഇതേ തുടർന്നാണ് ചൊവ്വാഴ്ച 11 മണിക്ക് തൃപ്പൂണിത്തുറ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശിച്ച് നോട്ടീസ് അയച്ചത്. നോട്ടീസ് പ്രകാരം രാധാകൃഷ്ണൻ 11 മണിയോടെ ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിലെത്തി. എന്നാൽ മാധ്യമങ്ങളെ കണ്ടതോടെ അകത്തേക്ക് കയറാതെ മടങ്ങുകയായിരുന്നു. രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നാണ് ക്രൈംബ്രാഞ്ച് നിലപാട്. ഈ സാഹചര്യത്തിൽ ചൊവ്വാഴ്ച രാധാകൃഷ്ണൻ ഹാജരായില്ലെങ്കിൽ വീണ്ടും നോട്ടീസ് നൽകാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനം. കൈരളി ന്യൂസ്, കൊച്ചി.